മാളങ്ങൾക്ക് പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല അതിനേക്കാൾ ഉപരി ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സീസണാണ്, ബ്രീഡിംഗ് ടൈമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നൊരു കാലയളവിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവ ഈ പാരൻ്റൽ കെയർ ഒന്നും കിട്ടാത്തൊരു കാറ്റഗറിയാണ് പാമ്പുകളെ സംബന്ധിച്ച്. അച്ഛൻ പാമ്പും അമ്മ പാമ്പും കൂടി കൊണ്ട് നടന്ന് ഭക്ഷണം കണ്ടെത്തി കൊടുക്കുക, ജീവിതം പഠിപ്പിക്കുക, അത്തരത്തിലുള്ള രീതികളൊന്നും അവർക്കില്ല. ജനിച്ചാൽ അത് പ്രസവിക്കപ്പെട്ടായാലും മുട്ട വിരിഞ്ഞായാലും പലതരത്തിൽ ജനിക്കുന്ന പാമ്പും കുഞ്ഞുങ്ങൾ തന്നെത്താൻ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സംസ്ഥാനത്ത് അതികഠിനമായ ചൂട് അത് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഇഴജീവികൾ, പ്രത്യേകിച്ച് പാമ്പ് ഉൾപ്പെടെയുള്ളവ വീടുകളിലേക്കും ഒപ്പം തന്നെ നഗരപ്രദേശങ്ങളിലേക്കും ഒക്കെ ഇറങ്ങിയെത്തുകയും അത് കുട്ടികളെയും ആളുകളെയും ഒക്കെ കടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഏറെ ഒരു ദുഃഖകരമായ കാഴ്ചയാണ്. ചെറിയ കുട്ടികൾ, 8 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം സർപ്പയുടെ, അതായത് ഈ പാമ്പും ഒക്കെയായി ബന്ധപ്പെടുന്ന അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കുന്ന, അതും അതിൻ്റെ പ്രതിരോധങ്ങൾ ഒക്കെ തീർക്കുന്നതാണ് സർപ്പയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ സാറാണ് ചേരുന്നത്. സാർ, ഈ 2-3 ദിവസമായി നമ്മളിതിപ്പം അടുത്തടുത്തായി കേൾക്കുന്നു. സാധാരണഗതിയിൽ പാമ്പ് കടി എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുകയും സാധാരണഗതിയിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് പാമ്പുകൾ കൂട്ടത്തോടെ ഒരു വീടുകളിലേക്കൊക്കെ എത്തുകയാണ്. എന്താണ് ഇതിന് പ്രധാന കാരണം? തുടർച്ചയായിട്ട് അത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോഴേക്കും ജനങ്ങൾക്കൊരു ഭീതിയും പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. വേനൽ ഒരു സംഗതിയാണ്. കടുത്ത ചൂട് കാരണം എല്ലാ ജീവികൾക്കും മനുഷ്യർക്കെന്നതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു തരം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വളരെ ശാന്തരായിട്ട് ഒളിയിടങ്ങൾ വിട്ട് മാളങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ നമുക്ക് ചുറ്റുമൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന പാമ്പുകൾ ഈ ഒരു സ്ട്രെസ് കാരണം കുറച്ച് അഗ്രസീവായിട്ടൊക്കെ ബിഹേവ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. മാളങ്ങൾക്ക് പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല അതിനേക്കാൾ ഉപരി ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന സീസണാണ്, ബ്രീഡിംഗ് ടൈമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നൊരു കാലയളവിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവ ഈ പാരൻ്റൽ കെയർ ഒന്നും കിട്ടാത്തൊരു കാറ്റഗറിയാണ് പാമ്പുകളെ സംബന്ധിച്ച്. അച്ഛൻ പാമ്പും അമ്മ പാമ്പും കൂടി കൊണ്ട് നടന്ന് ഭക്ഷണം കണ്ടെത്തി കൊടുക്കുക, ജീവിതം പഠിപ്പിക്കുക, അത്തരത്തിലുള്ള രീതികളൊന്നും അവർക്കില്ല. ജനിച്ചാൽ അത് പ്രസവിക്കപ്പെട്ടായാലും മുട്ട വിരിഞ്ഞായാലും പലതരത്തിൽ ജനിക്കുന്ന പാമ്പും കുഞ്ഞുങ്ങൾ തന്നെത്താൻ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ അവർ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. അവയ്ക്ക് സ്യൂട്ടബിളായിട്ട് സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒളിയിടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ആ ഒരു സഞ്ചാരത്തിനിടയിൽ വീടിൻ്റെ പരിസരത്തുമൊക്കെ വന്നു പെടാനുള്ള സാധ്യതയാണ്. അപ്പം പാമ്പുകൾക്ക് ഒളിയിടങ്ങളാകാൻ സുരക്ഷിതമായി കഴിഞ്ഞുകൂടാൻ പറ്റുന്ന കുറ്റിക്കാടുകളോ ചപ്പുചവറുകളോ മാളങ്ങളോ വിള്ളലുകളോ ഒക്കെ വീടിന് ചുറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പാമ്പുകൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വിറക് കൂട്ടിയിട്ടിരിക്കുക, ഇഷ്ടികയോ നിർമ്മാണ വസ്തുക്കളോ ഒക്കെ കൂട്ടിയിട്ടിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ ചൂട് അധികരിച്ചത് കാരണം നമ്മൾ പലപ്പോഴും ജനാലയും വാതിലും ഒക്കെ തുറന്നിടാറുണ്ട്. അതുവഴിയൊക്കെ പാമ്പുകൾ കയറി വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു കരുതൽ, ചിലപ്പോൾ രാത്രിയിലൊക്കെ ജനൽ തുറന്നിട്ട് ഉറങ്ങുന്നെങ്കിൽ തന്നെ ജനലിൽ ഒരു 3-4 അടി ഉയരത്തിലുള്ള ജനലിലൂടെ പാമ്പ് സാധാരണഗതിയിൽ കയറി വരില്ല. പക്ഷേ അവിടെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധയില്ലാതെ ഒരു തൂമ്പായോ അല്ലെങ്കിൽ മറ്റൊരു കുറച്ച് വിറകോ എന്തെങ്കിലും ചാരി വയ്ക്കുകയാണെങ്കിൽ അതുവഴി കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ ഒന്ന് ഒഴിവാക്കുക, വള്ളിച്ചെടികളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ പാമ്പിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് അടുത്തേക്ക് പൊതുജനങ്ങളൊന്നും അതിൻ്റെ അടുത്തേക്ക് പോകരുത്. പ്രത്യേകിച്ച് കുഞ്ഞു പാമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിൽ കുട്ടിയെ പാമ്പ് കടിച്ച ആ വീട്ടിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് പാമ്പും കുഞ്ഞുങ്ങളെ വീണ്ടും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർ അതിനടുത്തേക്ക് പോവുകയോ പരിശോധിക്കുകയോ പിടികൂടാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന അപകടകരമാണ്. അപ്പോൾ അത് പല കാറ്റഗറിയിലുള്ള പാമ്പുകളുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് പാമ്പിനെ അങ്ങോട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ പേടിക്കുമ്പോഴോ ഇര പിടിക്കുന്ന രീതിയിലൊക്കെയാണ് ആക്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് അതിനെ ഈ പില്ലോയ്ക്കടിയിൽ നിന്നാണ് കടിയേറ്റതെന്നാണ് പറയുന്നത്. അങ്ങനെ അഗ്രസീവായി പെട്ടെന്ന് ഒരു അക്രമത്തിലേക്ക് നീങ്ങുമോ? അത് ഉറക്കത്തിനിടയിൽ ചിലപ്പോൾ കുട്ടി തിരിഞ്ഞതിനിടയ്ക്കോ ഒക്കെ കടിച്ചതായിരിക്കാം. അങ്ങനെ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ അത്തരം സംഭവങ്ങൾ കൃഷിയിടങ്ങളിൽ കൃഷിക്ക് കാവലിന് വേണ്ടി കിടക്കുന്ന ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത്, ആ സമയത്ത് ഈ പരിസരം തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൂടുതലുള്ള ഹ്യൂമൻ ബോഡിയിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആവുകയും ആ ഒരു ചൂട് പകർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കിടക്കുകയും ആളുറക്കത്തിൽ തിരികെയൊക്കെ ചെയ്യുമ്പോഴേക്കും പാമ്പിന് വേദനിച്ചിട്ട് അതിൻ്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിൽ വല്ലതും സംഭവിച്ചതാകാനാണ് സാധ്യത. പാമ്പുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വനംവകുപ്പിന്
കേരളത്തിലെ എല്ലാ ജില്ലകളിലും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഏകദേശം 3600ഓളം വോളണ്ടിയർമാരുണ്ട്. പാമ്പുകളെ പിടികൂടി സുരക്ഷിതമായി മാറ്റാൻ പറ്റുന്ന വോളണ്ടിയർമാരുണ്ട്. പിന്നെ വനംവകുപ്പിൻ്റെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിലധികമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, SARPA. അത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ ഇത്തരത്തിലുള്ള എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അതിലൂടെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനും, അപ്പോൾ നേരിട്ട് ആരാണ് ആ ഒരു പാമ്പിനെ പിടികൂടാൻ വരുന്നത് എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു പരിസരത്തുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന്, സർപ്പ വോളണ്ടിയേഴ്സിന് അലർട്ട് പോവുകയും അതിൽ ആരാണോ ഫ്രീ, ആരാണോ ഏറ്റവും അടുത്ത് എന്നുള്ള അതിനനുസരിച്ച് ആൾ സ്ഥലത്തേക്ക് എത്തിയിട്ട് അതിനെ പിടികൂടി സുരക്ഷിതമായിട്ട് മാറ്റുകയും ചെയ്യും. പിന്നെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എവിടെയൊക്കെയാണ് തൊട്ടടുത്തുള്ളത് എന്നുള്ള അത് നമുക്ക് ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉൾപ്പെടെ നമുക്കതിൽ കിട്ടും. അപ്പോൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. മറ്റ് പ്രത്യേകിച്ച് ഫസ്റ്റ് എയ്ഡുകളൊന്നും അതിലില്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ആൾക്കാരുടെ കോൺടാക്ട് നമ്പരൊക്കെ പ്രത്യേകിച്ച് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപകരൊക്കെ ഒന്ന് എപ്പോഴും സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ ചില പൊടിക്കൈകൾ നാട്ടിൻപുറത്ത് പറയുന്നുണ്ട്, പാമ്പ് വരാതിരിക്കാൻ മണ്ണെണ്ണ തൂക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന കർപ്പൂരം കത്തിച്ച് വെക്കുക എന്നൊക്കെ. അതൊക്കെ ഗുണമുള്ള കാര്യമാണോ? മണ്ണെണ്ണ പാമ്പിൻ്റെ ദേഹത്തേക്കോ അല്ലെങ്കിൽ പാമ്പ് കയറിയിരിക്കുന്ന പൊത്തിലേക്കോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പാമ്പ് വെപ്രാളപ്പെട്ട് ചിലപ്പോൾ ചാടി ഓടുന്നത് കാണാം. അത് കാരണം എന്നുള്ള നമ്മുടെ ദേഹത്തേക്ക് ആസിഡൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ദേഹം പൊള്ളുന്നത് പോലെ പാമ്പിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നിട്ട് ഓടുന്നതാണ്. അല്ലാതെ ഇതിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു പ്രദേശം ഒഴിവാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പാമ്പുകളെ പറ്റി ബേസിക്കലി പറയുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾഫാക്ടറി സെൻസസ് നമ്മളെ അപേക്ഷിച്ച് വളരെ അണ്ടർ ഡെവലപ്ഡ് ആണ്. ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് കുറവാണ്. നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അതോടൊപ്പം പരിസരത്തുള്ള വസ്തുക്കളുടെ ഗന്ധം കൂടി മനസ്സിലാവുന്നു. പാമ്പുകൾക്ക് അത്തരത്തിൽ കഴിയില്ല. നാവിടയ്ക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ടങ് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യുന്നതിലൂടെയാണ് അത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇരജീവികളുടെയും അല്ലെങ്കിൽ ഇണപ്പാമ്പിൻ്റെയും ശത്രുക്കളുടെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കുക. അപ്പോൾ മണത്തിലൂടെ മണ്ണെണ്ണ തളിച്ചതുകൊണ്ടോ ഡീസൽ തളിച്ചതുകൊണ്ടോ പെട്രോൾ ഒഴിച്ചതുകൊണ്ടോ ഒന്നും ഇതൊക്കെ ബാഷ്പീകരിച്ച് പോകുന്ന ദ്രാവകങ്ങൾ കൂടിയാണ്. പിന്നെ ചില ചെടികൾ, തുളസിയോ അല്ലെങ്കിൽ സർപ്പഗന്ധ, അണലിവേഗം പോലുള്ള ചില ചെടികൾ, പാൽക്കായം, വെളുത്തുള്ളി ചതച്ചിടുക, ഇതൊക്കെ ഇങ്ങനെ വെളുത്തുള്ളി ചതച്ചിട്ടാലോ പാൽക്കായം കലക്കി ഒഴിച്ചാലോ പാമ്പ് വരില്ല എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് ശാസ്ത്രീയമായി പാമ്പുകൾക്ക് ഇതിൻ്റെയൊക്കെ ഗന്ധം തിരിച്ചറിഞ്ഞ് അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കാനുള്ളൊരു പ്രത്യേകത ഇല്ല എന്നുള്ളതാണ്. പിന്നെ ചില ഉപകരണങ്ങൾ, ചില ഈ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില രാസപദാർത്ഥങ്ങളൊക്കെ ഇപ്പോൾ ബോട്ടിലൊക്കെ കിട്ടാറുണ്ട്. അതിൻ്റെയും എഫക്റ്റീവ്നെസ് ഈ ഒരു ആംഗിളിൽ പാമ്പുകളുടെ ഇത്തരം പ്രത്യേകതകൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ എഫക്റ്റീവ്നെസ് വളരെ കുറവാണ്. പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഒളിയിടങ്ങൾ നമ്മൾ കാട് പിടിച്ച് കിടക്കൽ, അങ്ങനെ അതിനൊളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ഒഴിവാക്കുക. മാളങ്ങളൊക്കെ അടയ്ക്കുക, വിറക് കൂട്ടിയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതും, പാമ്പിനെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഇരജീവികളുടെ സാന്നിധ്യം ഒഴിവാക്കുക എന്നുള്ളതുമാണ്. അത് പ്രത്യേകിച്ച് എലി. വീട്ടിൽ ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ എലികൾ വരുമ്പോഴേക്കും അതിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആവും. പിന്നെ ഈ ചെറിയ പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടുകളൊക്കെ കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലവ് ബേഡ്സോ ഒക്കെയുള്ള വീടുകളിലേക്ക് അതിനെ പിടികൂടി കഴിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയെടുത്ത് കഴിക്കാനോ ഒക്കെ അത്തരം പാമ്പുകൾ, മൂർഖൻ പോലുള്ള പാമ്പുകളൊക്കെ അവിടേക്ക് അട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷികളെ വളർത്തണ്ട എന്നുള്ളതല്ല, പല കുട്ടികൾക്കും അത് വളരെ അവരിഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു കരുതലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചൂടുകാലത്ത് പ്രത്യേകമായി ഈ ജലത്തിൻ്റെ ലഭ്യത കുറവാണല്ലോ, ഈ കാടുകളിൽ നിന്നും അങ്ങനെ ചെറിയ ചെറിയ ചെടികൾക്കിടയിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ വെള്ളം ഏതെങ്കിലും തരത്തിൽ പാമ്പിന് കുടിക്കാനൊക്കെ നൽകാനുള്ള അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? നമ്മൾ ചൂടുകാലത്ത് പ്രത്യേകിച്ച് പക്ഷികൾക്ക് വേണ്ടി പലപ്പോഴും വെള്ളം പുറത്തേക്ക് വെക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ കമ്പിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടോ അങ്ങനെയൊക്കെ വെക്കുന്നതാണ് പക്ഷികൾക്കും സൗകര്യം. അതാണ് പാമ്പ് വന്ന് കുടിക്കാതിരിക്കും എന്നൊക്കെ പലതരത്തിലുള്ള വെർഷൻസ് ഉണ്ട്. പാമ്പിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, പക്ഷി കുടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുടിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ മിനിമം ഭക്ഷണവും മിനിമമാണ്, അതുപോലെ വെള്ളത്തിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് മിനിമമാണ്. അപ്പോൾ വെള്ളം പുറത്ത് വെച്ചു എന്ന് വെച്ചിട്ട് പാമ്പ് സ്ഥിരമായിട്ട് അത് വെള്ളം കുടിക്കാൻ വേണ്ടി വരും എന്നുള്ളൊരു ധാരണ അത് എത്രത്തോളം ശരിയാകണമെന്നില്ല. പക്ഷേ പാമ്പ് വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം ഈ പ്രശ്നം കൊണ്ട് അതന്വേഷിച്ച് അത് പുറത്തിറങ്ങി. ഈ പക്ഷികൾക്കൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ വേനൽക്കാലത്ത് പക്ഷികൾക്ക് കുടിക്കാൻ, ഏത് പക്ഷിയായാലും കുടിക്കാൻ വേണ്ടി വെക്കണമെന്ന്. പക്ഷേ പാമ്പ് വരുമ്പോൾ എന്ന് പേടിച്ചിപ്പോൾ ആളുകൾ അതുകൂടി ഒഴിവാക്കുക, ആൾക്കാരത് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പം അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഉയർത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ മാത്രമായിട്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും.
പാമ്പുകൾക്ക് നമ്മൾ കണക്ടിവിറ്റീസാണ് ഏറ്റവും പ്രധാനം. ഇപ്പം വീട്ടിലേക്ക് വള്ളിച്ചെടികൾ, ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതുവഴി പാമ്പ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ, അതായത് വള്ളിച്ചെടി എയർ ഹോളിലേക്ക് വളർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ ജനാലയിലേക്ക് വളർന്നു നിൽക്കുന്നു. ജനാല രാത്രി തുറന്നിട്ടിരിക്കുമ്പോഴേക്കും അവിടെ ഒരു വടി ചാരി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വള്ളിച്ചെടിയുണ്ട്. അതിലൂടെ കയറി വരാനുള്ള അത്തരം സാധ്യതകൾ ഒഴിവാക്കിയാൽ മതി. ചെടി വളർത്തുന്നതിനോ അല്ലെങ്കിൽ പക്ഷികളെ വളർത്തുന്നതിനോ ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. ശ്രദ്ധ വേണം, കരുതൽ വേണം എന്നുള്ളതാണ് ഏറ്റവും. ഏത് കാറ്റഗറിയിൽപ്പെട്ട പാമ്പുകളായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ എത്താനുള്ള സാധ്യതകൾ? അതായത് ഇത്തരത്തിൽ മരങ്ങളിൽ കയറാൻ കഴിവുള്ള പാമ്പുകളുണ്ട്. മൂർഖം പാമ്പ്, വെള്ളിക്കെട്ടനൊക്കെ മരത്തിലൂടെയും കമ്പുകളിലൂടെയും ഇപ്പോൾ ഈ കേബിളിലൂടെയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അണലി വർഗത്തിൽപ്പെട്ട ചേനത്തണ്ടനോ അല്ലെങ്കിൽ അത്തരം പാമ്പുകളൊക്കെ മരങ്ങൾ കയറാനോ വള്ളിച്ചെടികളിലൂടെ കയറി വരാനോ ഒക്കെ സാധ്യത കുറവാണ്. അപ്പോൾ മൂർഖനും വെള്ളിക്കെട്ടനും ചേരയും പോലുള്ള പാമ്പുകളൊക്കെ ഇത്തരം കണക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും പ്രിക്കോഷൻസ് ആവശ്യമാണ്. അതിന് മറ്റേതെങ്കിലും തരത്തിൽ ഈ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്ന വെള്ളം ഒഴിവാക്കലോ മറ്റൊന്നുമല്ല, വീട്ടിലേക്ക് ഈ പാമ്പുകൾ കയറി വരാനുള്ള എല്ലാ പഴുതുകളും ഒഴിവാക്കുക എന്നുള്ളത്. ജനൽ തുറന്നിട്ടാൽ അതിലേക്ക് കയറി വരാനുള്ള ഏതെങ്കിലും ഒരു കണക്ടിവിറ്റി അത് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും കാണേണ്ടത്. എന്തായാലും ചൂടുകാലമാണ്, എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും കൈക്കൊള്ളുക എന്നുള്ളതാണ് ഈ പാമ്പ് കടി ഏൽക്കുന്നത് ഒഴിവാക്കാനും ഒപ്പം തന്നെ പാമ്പ് വീടുകളിലേക്ക് എത്തുന്നത് തടയാനുമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. സർപ്പയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ സാറാണ് നമുക്കിപ്പം ചേർന്നത്. സാദിഖ് പാറൂഖിലിനൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.